തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ടോർഷൻ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് സ്റ്റീൽ ഈസ് സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ഓഫ് 50 kN/m if the angle of twist is not to exceed 140 degree per meter length of shaft and the shear stress is not to exceed 80 Nm/m². Find suitable diameter of the shaft. Diameter ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. Suitable diameter എന്ന് പറയുമ്പോൾ അതിൽ എന്തൊരു പ്രശ്നമുണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. For the diameter of the shaft chosen, അതായത് ഇവിടെ ഒരു ഡയമീറ്റർ കണ്ടെത്തും. ആ ഡയമീറ്റർ ചൂസ് ചെയ്തിട്ട് find the maximum shear stress and the angle of twist. ഓക്കെ, തീറ്റയും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ടേക്ക് G is equal to 0.80 into 10⁵ Nm/m². ഞാൻ എന്തായാലും ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതി തുടങ്ങാണ്. ഗിവൺ ഡാറ്റ നോക്കാം. ക്വസ്റ്റ്യനിൽ ലഭിച്ചിട്ടുള്ള ഡാറ്റാസ് നോക്കാം. ഫസ്റ്റ് ഡാറ്റ: സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് സ്റ്റീൽ ഈസ് സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ഓഫ് 50 kN/m. ടോർക്ക് ആണ് ഫസ്റ്റ് 50 kN/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 into kN കൺവേർട്ട് ചെയ്യാൻ 1000 into മീറ്ററിനെ mm ആക്കാൻ 1000. ഓക്കെ, അപ്പോൾ 50 into 10⁻⁶ ന്യൂട്ടൺ mm. ഓക്കെ, ഈ നെക്സ്റ്റ് if the angle of twist is not to exceed 0.40 degree. ഓക്കെ, അതായത് തീറ്റ ആണ്. angle of twist is not to exceed തീറ്റ. angle of twist ആണ് തീറ്റ. തീറ്റ is equal to 0.40 degree. ഓക്കെ, അത് റേഡിയൻ, അത് ഡിഗ്രിയിലാണ്, അത് റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സോൾവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തന്നെ കൺവേർട്ട് ചെയ്ത് 0.40 into π/180. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.0069881 റേഡിയനിലാണ് ആൻസർ. ഓക്കെ, ദെൻ തീറ്റ കിട്ടി. അടുത്ത് 0.40 degree per meter length. Per meter length ആണ്, ലെങ്ത് ആണ്. ലെങ്ത് 1 meter എന്നാണ് മീനിങ്. 1 meter അതായത് 1000 mm. ഓക്കെ, then per meter length of this shaft and shear stress is not to exceed 80 degree 80 Nm/m². shear stress ആണ് QS 80 Nm/m². അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ന്യൂട്ടണോ എമ്മിലാണ്. ഫൈൻഡ് ദി സ്യൂട്ടബിൾ ഡയമീറ്റർ. ഡി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഡി കണ്ടെത്തി കഴിഞ്ഞാൽ അതുപോലെ ക്യൂഎസും തീറ്റയും പിന്നെയും കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു വാല്യൂ തന്നിട്ടുണ്ട്. G is equal to 0.80 into 10⁵ Nm². അപ്പോൾ G is equal to 0.80 into 10⁵ Nm/m². ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. T/J is equal to QS/R is equal to G⁵/L. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ഡയമീറ്റർ ആണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡയമീറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് RL-ഉം D ഉണ്ട്, D/2 ഉണ്ട്, JL-ഉം D/2 ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം JL ഫിക്സ് ചെയ്ത് വെച്ചു. ഞാൻ രണ്ടിലുണ്ട് വിചാരിക്കാം. അപ്പൊ ഞാൻ T/J, JL എന്തായാലും ഉണ്ടല്ലോ, അപ്പൊ T/J. ഓക്കെ, അതിൽ D നമുക്ക് അറിയാം. JL D ഉണ്ട്, അപ്പൊ ഇതിന് D കണ്ടെത്താം. ഓക്കെ, ഇനി അപ്പൊ ഇതിന്ന് JL വെച്ചിട്ട് ഈ JL D ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്ന് D കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ തന്നെ അടുത്തൊരു ടേം കൂടെ വേണം. ഞാൻ നോക്കാം QS/R ചൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. QS അവൈലബിൾ ആണോ? QS അവൈലബിൾ ആണ്. R D/2 സീനില്ല, കണ്ടെത്താം. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം QS/R. അതുപോലെ തന്നെ അടുത്ത ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. G നോക്കൂ, G ഡാറ്റ തന്നിട്ടുണ്ട്. തീറ്റ നോക്കൂ, തീറ്റ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇക്വേഷനും ഇതിൽ രണ്ട് സെറ്റ് വെച്ചിട്ടും നമുക്ക് സോൾവ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ട് സെറ്റും വെച്ചിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൽ ഏതാണോ വലിയ ഡയമീറ്റർ കിട്ടുന്നത്, വലിയ വാല്യൂ കിട്ടുന്നത്, ആ വലിയ വാല്യൂ ഡയമീറ്റർ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഒരെണ്ണം ചൂസ് ചെയ്തു. T/J is equal to G⁵/L ഫസ്റ്റ് ചൂസ് ചെയ്തു. നമുക്ക് എന്ത് പറയാം, ഡയമീറ്റർ ഫ്രം ട്വിസ്റ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ വേണ്ട കേസ് 1 ഈ ഇക്വേഷൻ വെച്ചിട്ട് T/J is equal to G
തീറ്റ ബൈ എൽ വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇതിൽ ഈ ജെയിലാണ് നമ്മുടെ വാല്യൂ ഉള്ളത്. അപ്പൊ ജെ നോക്കാം, ടി ഇൻറ്റു എൽ ബൈ ജി തീറ്റ ഇങ്ങനെ വരും. ഇതിൽ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്ത് നോക്കാം. ടി ഈക്വൽ ടു 50 ഇൻറ്റു 10⁻6 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 1000. ഓക്കെ, then G 0.80 ഇൻറ്റു 10⁵ ഇൻറ്റു തീറ്റ 0.006981. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 8721 ഇൻറ്റു 10⁻4 mm⁴. 89.8721 ഇൻറ്റു 10⁻4 mm⁴ എന്നുള്ളതാണ് ജെ എന്നുള്ള ഡാറ്റ കിട്ടി. ജെ ആണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡി കണ്ടെത്തണം. എന്ത് ചെയ്യാൻ പറ്റും? ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ ഈക്വൽ ടു π/32 ഇൻറ്റു d⁴ എന്നാണ് ആക്ച്വൽ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെ ഈക്വൽ ടു π/32 ഇൻറ്റു d⁴ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂ ഉള്ളത് 89.8721 ഇൻറ്റു 10⁻4. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യാം? d⁴ ഡി ആണ് കണ്ടെത്തുന്നത്. അപ്പൊ എങ്ങനെ നോക്കാം? d⁴ അവിടെ നിർത്തി 89.52.8721 ഇൻറ്റു 10⁻4 ഡിവൈഡഡ് ബൈ പൈ വരും. ഡിവൈഡഡ് ബൈ പൈ 32 മുകളിലോട്ട് പോകും 32. then d ഈക്വൽ ടു d⁴ ആണ്. d ഈക്വൽ ടു 89.52.8721 ഇൻറ്റു 10⁻4 ഡിവൈഡഡ് ബൈ പൈ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഇതിൽ സ്ക്വയർ റൂട്ടിൽ 4 ആണ് വാല്യൂ വരിക. അതുകൂടെ ചെക്ക് ചെയ്യാം. d ഈക്വൽ ടു 133.8 mm ഡയമീറ്റർ വരും. ഓക്കെ, 173.80 mm എന്നുള്ള ഡയറ്റ് വരും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഞാൻ ആ വാല്യൂ എടുത്ത് എഴുതി. ഫസ്റ്റ് കേസിലെ ആൻസർ d ഈക്വൽ ടു 173.8 mm കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്തൊരു കേസ് കൂടെ വെച്ച് സോൾവ് ചെയ്ത് നോക്കാം, എങ്ങനെ വരിക നോക്കാം. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഇതിൽ തന്നെ t/j ഈക്വൽ ടു ആൻസറിൽ A1 എഴുതി, A2 t/j ഈക്വൽ ടു g തീറ്റ ബൈ എൽ ചെയ്തു. ഈ qs/r ആണ് ബാലൻസ് ഉള്ളത്. ഓക്കെ, g തീറ്റ ബൈ എൽ. അപ്പൊ t/j ഈക്വൽ ടു g തീറ്റ ബൈ എൽ വെച്ചിട്ട് സോൾവ് ചെയ്ത് കണ്ടെത്തി. ഇനി t/j ഈക്വൽ ടു qs/r വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ t നോക്കാം. ഇതിൽ നമുക്ക് രണ്ട് ഡാറ്റ അവൈലബിൾ അല്ല, ആറും ജെയും. 6 d/2 ആണ്. സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ അറിയാത്ത ഡാറ്റ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താം. j ഈക്വൽ ടു അല്ലെങ്കിൽ j/r ഈക്വൽ ടു t/qs ഇങ്ങനെ വരും. ഓക്കെ, ഇനി നോക്കാം എങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത്. j എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/32 ഇൻറ്റു d⁴. r എന്ന് പറഞ്ഞാൽ d/2 ഈക്വൽ ടു t എന്ന് പറഞ്ഞാൽ എന്താണ്? t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇൻറ്റു 10⁻6 ബൈ qs എന്ന് പറഞ്ഞാൽ 80. ഓക്കെ, ഇങ്ങനെയും ഡാറ്റ കിട്ടും. ദെൻ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ d കട്ടായി പോകും. ഇതോ 2 കട്ടായി കൂടെ 16 എന്നുള്ള ഡാറ്റ വരും. അപ്പോൾ π/16 ഇൻറ്റു d³ ഈക്വൽ ടു 50 ഇൻറ്റു 10⁻6 ബൈ 80. ഓക്കെ, 80. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് d³ നോക്കാം. d³ ഈക്വൽ ടു 50 ഇൻറ്റു 10⁻6 ബൈ 80. ഓക്കെ, ബൈ പൈ ഇൻറ്റു 16. ഓക്കെ, ഈ d³ നിർത്തി പൈ ഇക്വേഷൻ റൈറ്റ് സൈഡിൽ പോയപ്പോൾ ഡൗൺ താഴെ വന്നു. 16 ഇക്വേഷന്റെ ബോട്ടത്തിലാണ്, അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ടോപ്പിൽ വന്നു. ഓക്കെ, then d ഈക്വൽ ടു cubic root
root of 50 into 10 raised to 6 into 16 by 18 into pi. Okay. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 147.1 mm. അപ്പോൾ ഡി കിട്ടി, D1 കിട്ടി, D2 കിട്ടി, 147.1 mm. ഓക്കെ. ഇപ്പൊ നോക്കൂ, ക്വസ്റ്റ്യൻ മീൻസ് ആൻസേഴ്സ് നോക്കൂ. D1 is equal to മാറ്റി എഴുതുന്നുണ്ട്. D1 is equal to 173.8 mm. D2 is equal to 147.1 mm. ഓക്കെ. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിലേതാണ് വലുത് നോക്കുക, D1. അപ്പോൾ D1 is greater than D2. So we can choose D is equal to 173.8 mm. ഇതാണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ. ഇതിൽ കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ കുറെ ഡൗട്ടുകൾ വരും എന്നുണ്ടെങ്കിൽ പോലും കോൺസെപ്റ്റ് ക്ലിയർ ആണ്. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ ഡി 2 സെറ്റ് വെച്ചിട്ട് കണ്ടെത്തുക, അതിൽ ഏതാണോ വലിയ ഡാറ്റ അത് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്യൂട്ടബിൾ ഡയമീറ്റർ ഫോർ ദി ഷാഫ്റ്റ് എന്നുള്ള കേസിന്റെ ആൻസർ ആയി. ഇനി ബി പാർട്ട് സോൾവ് ചെയ്ത് നോക്കാം. D is equal to 173.8. ഇപ്പോൾ ഒരു ഗിവൺ ഡാറ്റയായി മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, B is equal to for the diameter of the shaft chosen find the maximum shear stress and angle of twist. അതായത് ഇപ്പോൾ നമ്മൾ D കണ്ടു, ഈ D വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ സ്ട്രെസ്സും അതുപോലെ തീറ്റയും കണ്ടെത്തണം. ഓക്കെ. നോക്കാം. നമ്മളെ ഇതിൽ ആകെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, T/J is equal to ടോർഷൻ ഇക്വേഷൻ. T/J is equal to QS by R is equal to G theta by L. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, ഫൈൻഡ് ദി മാക്സിമം ഷിയർ സ്ട്രെസ്, അതായത് QS. അപ്പോൾ ആ ടൈം എടുത്ത് എഴുതുക, QS by R is equal to അടുത്ത ടൈം എന്നുള്ളത് നമ്മൾ ഡാറ്റ T അറിയാൻ പറ്റുമോ, T അറിയാം, J അറിയാൻ പറ്റും, കാരണം ഇപ്പോൾ Jന്റെ D അവൈലബിൾ ആണ്. അപ്പോൾ J വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ T by J എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി QS കാണണം, QS is equal to T by J into R. ഓക്കെ. ഇനി QS equal to T by J into R ഇങ്ങനെ വന്നു. QS equal to T എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 into 10 raised to 6. J എന്നുള്ള ഡാറ്റ എത്രയാണ്, 5/32 into D raised to 4. ഓക്കെ. 5/32 into D എന്ന് പറഞ്ഞാൽ 173.8. ഇതാണ് ചൂസൻ ഡയമീറ്റർ. 173.8 D raised to 4. ഓക്കെ, raised to 4. അത് കിട്ടുന്ന ആൻസർ ഞാൻ ആൻസർ സോൾവ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇതേ സംബന്ധികൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5/32 into 173.8 raised to 4. ഇത് സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. D R എന്ന് പറഞ്ഞാൽ D/2. ഓക്കെ. എങ്ങനെ നോക്കാം, R is equal to D/2. D എത്രയാ, R is equal to D/2. D എന്ന് പറഞ്ഞാൽ 173.8/2. കിട്ടുന്ന ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 173.8/2. ഓക്കെ. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്ര നോക്കാം, 48.505 ന്യൂട്ടൺ പെർ mm² ആണ്. QS ഇല്ല. ഫോർ ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ചൂസൺ, അത് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ചൂസ് ചെയ്തത് 173.8 ആണ്. അത് വെച്ചിട്ട് ഫൈൻഡ് ദി മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് ഫൈൻഡ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, തീറ്റ കൂടെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചെയ്തു നോക്കാം. ഇതുപോലെ തന്നെ T/J is equal to QS by R is equal to G theta by L. ഓക്കെ. ഇതിൽ T/J നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, തീറ്റയാണ്. അപ്പൊ ടൈം ആദ്യം എടുത്ത് എഴുതി, G theta by L is equal to T/J. T/J നമുക്ക് അറിയാലോ, നേരത്തെ കണ്ടെത്തിയതല്ലേ, അതുപോലെ എടുത്ത് എഴുതി. ഓക്കെ. ഇനി ഇതിൽ G ആണ്, സോറി തീറ്റയാണ് കണ്ടെത്തുന്നത്. അപ്പൊ തീറ്റ is equal to T/J into L/G. ഇവിടെ ഈ സൈഡിൽ ടോപ്പിലാണ്, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ബോട്ടത്തിലാവും. ദെൻ L ഈ സൈഡിൽ ബോട്ടത്തിലാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ടോപ്പിൽ വരും. ഓക്കെ. T/J into L/G. ഇതിൽ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
t by j, theta is equal to t by j into L by g. Okay. t നമുക്കറിയാം 50 into 10 raised to 6 into L നമുക്കറിയാം 1000. L ഡാറ്റ തന്നിട്ടുണ്ട് 1000 t given ഡാറ്റയാണ്. Then j എന്നുള്ള ഡാറ്റ നമുക്കറിയാം j is equal to 5 by 32 into given ഡാറ്റ d എന്നുള്ളത് 173.8 raised to 4. ഞാൻ അതുപോലെ എഴുതുന്നുണ്ട് 5 by 32 into 173.8 raised to 4 into g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.80 into 10 raised to 5. Okay. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 0.00698 റേഡിയൻ ആണ് ആൻസർ ലഭിക്കുക. അപ്പോൾ തീറ്റ is equal to 0.00698 റേഡിയൻ ആണ് ആൻസർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇവിടെ ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് അടിക്കാന്ന് വെച്ചാൽ ഡയമീറ്റർ കണ്ടെത്തണം. ഡയമീറ്റർ രണ്ട് വേ വെച്ചിട്ട് കണ്ടെത്താം. അതിൽ ഏതാണ് വലുത് അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാ ഇക്വേഷൻ പോലെ തന്നെ ആ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സാധാ QSഉം തീറ്റയും കാണാം. അത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ടെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവേർഷൻ കറക്റ്റ് ആക്കുക. ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ, mm മീറ്റർ എല്ലാം കറക്റ്റ് കൺവേർട്ട് ചെയ്യുക. ദെൻ ഇങ്ങനെ വരുന്ന കേസിൽ ഡാറ്റ സോൾവ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഡാറ്റ അറിയുന്നവർക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.